നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. നമുക്ക് ഒരേ മനസ്സോടെ ഇതിനെ ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്നത് ശരിയാണ്. സർക്കാർ ആ മുൻകൈ എടുക്കും. ലഹരിയെ ഒറ്റക്കെട്ടായി നേരിടാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. എല്ലായിടത്തും മത്സരമെന്നും പുതുതലമുറ അസ്വസ്ഥരാണെന്നും പിണറായി വിജയൻ. ലഹരിയെ നേരിടാൻ സർക്കാരിന് കർമ്മ പദ്ധതി ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞു. ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് ആരംഭിച്ചാൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. ചർച്ചയ്ക്കിടയിൽ രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. വിഷയം വേറെയാണ്. നിങ്ങൾ ഇമ്മാരെ അഭ്യാസം കണ്ട ഒരു ചെക്കനെ കൊന്നവനെ പരീക്ഷ എഴുതിക്കാൻ കാവലിക്ക ഉളുപ്പ് വേണ ഉളുപ്പ്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളെ SLC പരീക്ഷ എഴുതിക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. KSU-MSF പ്രതിഷേധത്തിൽ സംഘർഷത്തിൽ കേരള വിഷൻ ന്യൂസ് സീനിയർ ക്യാമറാമാൻ സജി തറയിലിന് MSF പ്രവർത്തകന്റെ മർദ്ദനം. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പരീക്ഷാ കേന്ദ്രം മാറ്റി. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിനകത്ത് പ്രതികൾ പരീക്ഷ എഴുതി. സർക്കാരിനെതിരെ സമരം ഘടിപ്പിച്ച് ആശാ വർക്കർമാർ. നിയമസഭയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ആശാവർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി. നൽകേണ്ട 100 കോടിയിൽ 1 രൂപ പോലും നൽകിയില്ലെന്നും വീണ ജോർജ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല. CBI അന്വേഷണം വേണമെന്ന നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കുടുംബം. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ജ്യേഷ്ഠൻ അനുജനെ വെട്ടേറ്റത് ചമൽ സ്വദേശി അഭിനന്ദിന്. ആക്രമിച്ചത് ലഹരി മുക്ത കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായെന്ന് നിഗമനം. വിഴിഞ്ഞം തുറമുഖത്തിന് ചരിത്ര നേട്ടം. രാജ്യത്തെ തെക്കുകിഴക്കൻ തുറമുഖങ്ങളിൽ ചരക്കു നീക്കത്തിൽ ഒന്നാമത്. വിഴിഞ്ഞത്തിന്റെ നേട്ടം ചെന്നൈ തുറമുഖത്തെ പിന്തള്ളി. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഉള്ളടക്കം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. മൗലികാവകാശങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നടപടിയുണ്ടാകണം. കോടതിയുടെ നിർദ്ദേശം രൺവീർ അലാബാദിയ കേസിൽ. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ 1 മാസത്തെ വെടിനിർത്തലിന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഫ്രാൻസും ബ്രിട്ടനും. കരാർ നിലവിൽ വന്നാൽ ഫ്രാൻസും ബ്രിട്ടനും യൂറോപ്യൻ സേനയുടെ ഭാഗമാകും. സമാധാന കരാറിൽ യുക്രൈന് ഉറപ്പുവേണമെന്ന് സെലൻസ്കി.